ഓക്കെ, അപ്പം പി ഡി എസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് എന്താണ് ലോഡ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ ലോഡെന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫുള്ള് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റാണ് ഇലക്ട്രിക്കൽ ലോഡെന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ലോഡ് എന്താ ചെയ്യുന്നത്? അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയെ അതിനാവശ്യമായിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അത് ചിലപ്പം ലൈറ്റ് ആവാം, സൗണ്ട് ആവാം, ഹീറ്റ് എനർജി ആവാം, മെക്കാനിക്കൽ മോഷൻ ആവാം. അത് ഏത് ടൈപ്പ് ലോഡാണോ അതിൻ്റെ യൂസസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ബൾബാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റിയെ ലൈറ്റ് എനർജി ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ ഫാന്, മോട്ടർ, പിന്നെ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസ്. അതാണ് ഇലക്ട്രിക് ലോഡെന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് ലോഡിൻ്റെ ടൈപ്പുകൾ. ഇപ്പം ലോഡിൻ്റെ ടൈപ്പ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് അതിൻ്റെ നേച്ചർ അനുസരിച്ചുണ്ട്. അതായത് ഇപ്പോൾ ലോഡിൻ്റെ നേച്ചർ റെസിസ്റ്റീവ് ആവാം, ഇൻഡക്റ്റീവ് ആവാം, കപ്പാസിറ്റീവ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആവാം. ഇപ്പം റെസിസ്റ്റീവ് ആണെങ്കിൽ അതിന് ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻകാൻഡസൻ ലാമ്പ്. ഇനി കപ്പാസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മോട്ടറിനകത്ത് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ ചോക്കർ, ട്രാൻസ്ഫോമർ, മോട്ടർ, ഇതൊക്കെയാണ് ഇൻഡക്റ്റീവ് ലോഡിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് വരുന്ന ലോഡാണ് ആർ സി, ആർ എൽ, ആർ എൽ സി, അങ്ങനെ പല പല കോമ്പിനേഷൻസ് ഓഫ് ലോഡ്സ് വരും. ഇനി അടുത്തൊരു ടൈപ്പ് ലോഡാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ലോഡ്സ്. ലീനിയറും നോൺ ലീനിയർ ലോഡ്സും നമ്മൾ പറയുന്നത് വോൾട്ടേജും കറണ്ടും, അതായത് ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, ഇത് വെച്ചിട്ടാണ് ലോഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ അതെന്ന് പറഞ്ഞാൽ ലീനിയർ ലോഡ്സ് ആയിരിക്കും. എന്നാലും നോൺ ലീനിയർ ലോഡ്സ്, അതിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ലോഡ്സാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ലാഗിങ്ങും ലീഡിങ്ങും ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്യാര എന്ന് പറയുന്നത് നോൺ ലീനിയർ ക്യാര ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തയാണ് കൺസ്യൂമർ. അതായത് കൺസ്യൂമറിൽ ഉപയോഗിക്കുന്നതനുസരിച്ച് ലോഡ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം കൺസ്യൂമർ പല ടൈപ്പ് ഉണ്ട്. അതായത് ഇപ്പം റെസിഡൻഷ്യൽ കൺസ്യൂമർ, അതായത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ ലോഡുണ്ട്, അത് നമ്മൾ ഡ്വെല്ലിംഗ് ലോഡെന്നും പറയും. പിന്നെ കൊമേഴ്സ്യൽ ലോഡ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ലോഡ്സ് ഉണ്ട്, മുനിസിപ്പൽ ലോഡ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഓരോ ഏരിയ അനുസരിച്ച് നമുക്ക് കൺസ്യൂമറിനെ അനുസരിച്ച് നമുക്ക് ലോഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക്കാണ് ലോഡ് എസ്റ്റിമേഷൻ. ലോഡിനെ നമുക്ക് മുൻകൂട്ടിയായിട്ട് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഏതൊരു പ്രോജക്റ്റും, ഇപ്പം വീട് പണിയുന്നതായാലും വേറെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെങ്കിലും എന്താണേലും ഒരു പ്രോജക്റ്റ് ബിഗിനിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എയർലി ഡിസൈൻ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഡിസൈൻ, തുടക്കം തന്നെ നമ്മളൊരു ഡിസൈൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റിലോട്ട് കടക്കുന്നത് തന്നെ. അപ്പം നമുക്ക് മെയിനായിട്ട് ആദ്യം വേണ്ടത് അതിൻ്റെ ഡിസൈനാണ്. ഇപ്പം നമ്മുടെ ഇലക്ട്രിക് ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടത് ലോഡിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. ഒരു വീട്ടിൽ എത്രമാത്രം ലോഡ്, എത്ര റൂം, അതിനകത്ത് എത്ര കണക്റ്റഡ് ലോഡ്, അങ്ങനെ പല രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഡിസൈൻ വേണം. അപ്പോൾ അത് ചെയ്യുന്നത് നല്ല ഇലക്ട്രിക്കൽ ഡിസൈൻ പ്രൊഫഷണൽസ് തന്നെ വേണം ആ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിലിമിനറി കാൽക്കുലേഷനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൈൻഡിൽ നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്ലാനൊക്കെ കാണും, അതിൽ നമ്മുടെ മൈൻഡിലെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ പേപ്പറിനകത്ത് ഡിസൈൻ ചെയ്യും. അതായത് നമ്മൾ ESTക്കകത്ത് പഠിക്കുന്നതുകൊണ്ട് കണക്റ്റഡ് ലോഡ് എത്ര ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ചെയ്ത് വെക്കുക ആദ്യം എയർലി സ്റ്റേജിൽ. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് പിന്നെ അത് എങ്ങനെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം നോക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ലോഡ് ക്യാര, ഒരു ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ബിൽഡിങ്ങിനകത്തെ ലോഡ് ക്യാര, അതിൻ്റെ എല്ലാം ലോഡ് ക്യാര വരയ്ക്കുക. എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് സിസ്റ്റം ഏതാണ്, അത് ഏത് ടൈപ്പൊക്കെ വോൾട്ടേജസ് ആണെന്നൊക്കെ നോക്കുക. എന്നിട്ട് യൂട്ടിലിറ്റീസ് റേറ്റ് സ്ട്രക്ചർ, നമുക്ക് കിട്ടാൻ പോകുന്ന യൂട്ടിലിറ്റി, അതായത് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിൽഡിങ് നിൽക്കുന്ന ഏരിയയിലെ യൂട്ടിലിറ്റി, അതിൻ്റെ അവൈലബിലിറ്റി നോക്കുക. എന്നിട്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു റഫായിട്ടുള്ളൊരു സിംഗിൾ ലൈൻ ഡയഗ്രാം സെറ്റ് ചെയ്യുക. യൂട്ടിലിറ്റിയിൽ നിന്ന് വരുന്ന ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം സെറ്റ് ചെയ്ത് ഒരു റഫ് സ്കെച്ചായിട്ട് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിനുള്ള, അതായത് കണക്റ്റഡ് ലോഡും നമ്മുടെ ആ ബിൽഡിങ്ങിലുള്ള ആക്ച്വൽ ഡിമാൻഡും തമ്മിലുള്ളൊരു ഡിമാൻഡ് ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ ആക്ച്വൽ ഡിമാൻഡ് എത്രയാണ്, കണക്റ്റഡ് ലോഡ് വരുമ്പോഴുള്ള ഡിമാൻഡ് എത്രയാണ്, ഇത് രണ്ടും എന്ത് ചെയ്യുക, ഇതിന് തമ്മിലുള്ളൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക.
ഇതെല്ലാം ആ ഏർലി സ്റ്റേജിൽ, ആ ഡിസൈനിൻ്റെ സമയത്ത് ഏർലി സ്റ്റേജിൽ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സാണ്. ഇനിയും ഇലക്ട്രിക്കൽ ലോഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ മെത്തേഡ്സ് ഉപയോഗിക്കും. അതിൽ പ്രധാനപ്പെട്ടൊരു 3 മെത്തേഡ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പ്രിലിമിനറി ലോഡ് കാൽക്കുലേഷൻ, അതായത് തുടക്കത്തിലുള്ള ലോഡ് കാൽക്കുലേഷൻ. അത് നമ്മളൊരു 3 മെത്തേഡിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. സ്പേസ് ബൈ സ്പേസ് മെത്തേഡ്, ബിൽഡിംഗ് ഏരിയ മെത്തേഡ്, ഏരിയ മെത്തേഡ്. ഈ 3 മെത്തേഡിലാണ് നമ്മൾ പ്രിലിമിനറി ലോഡ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് NEC ലോഡ് കാൽക്കുലേഷൻ, അതായത് നാഷണൽ ഇലക്ട്രിക് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്മീഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കുറേ അത് വെച്ചിട്ടുള്ള ലോഡ് കാൽക്കുലേഷൻസ്, പിന്നെ ഫൈനൽ ലോഡ് കാൽക്കുലേഷൻ. ഈ 3 മെത്തേഡിലാണ് നമ്മൾ സാധാരണ ലോഡ് എസ്റ്റിമേറ്റ് ചെയ്യാറുള്ളത്. ഇനിയും ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് നമ്മൾ ഈ ഒരു വീടൊക്കെ വെക്കുന്നതിന് മുമ്പേ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് വീട്ടിൽ വേണ്ട കണക്ഷൻസ്, സിംഗിൾ ലൈൻ ഡയഗ്രാം, കണക്ഷൻസ് എങ്ങനെ വേണം, കോൺഫിഗറേഷൻസ് ഒക്കെ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ, ഇപ്പം ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മുടെ അടുത്ത് വല്ല സബ്സ്റ്റേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്വിച്ച് ഗിയർ റൂം, നമ്മുടെ സ്വിച്ചിങ് റൂമൊക്കെ, കൺട്രോൾ റൂമൊക്കെ എവിടെ വേണം, അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക. ഇനി നമുക്ക് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മുടെ പവർ സപ്ലൈ, നമുക്ക് ഏത് കമ്പനി, ഇപ്പം നമുക്കാണെങ്കിൽ KCB, അവിടെ പവർ സപ്ലൈക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ നമുക്ക് വേണ്ട ഇലക്ട്രിക് വർക്കിൻ്റെ ഒരു ഇനിഷ്യൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ബഡ്ജറ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ലോഡൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും എന്താണ് ഇലക്ട്രിക്കൽ ലോഡ് ഗ്രോത്ത്? ഇപ്പം ഇലക്ട്രിക്കൽ ലോഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് സിംപിളി പറയുവാണെങ്കിൽ എനർജി ഡിമാൻഡ്, അതായത് ഇൻക്രീസ് ചെയ്ത് വരുന്ന എനർജി ഡിമാൻഡ്. ഇപ്പം എനർജി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന പല റീസണിൽ വരാം. ഇപ്പം എനർജി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് പോപ്പുലേഷൻ കൂടുമ്പോൾ ആവാം, അല്ലെങ്കിൽ നമ്മളിപ്പം വീട് പുതുക്കി പണിഞ്ഞു, അവിടെ നമുക്ക് എനർജി ഡിമാൻഡ് കൂടുകയാണ്. പിന്നെ വീട്ടിൽ പോപ്പുലേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ സമ്മർ സീസൺ ഒരുപാടാണെങ്കിൽ നമ്മൾ ഫാൻ ഉപയോഗിക്കുന്ന കൂടുതൽ, അതൊക്കെ ഓരോ ടൈപ്പ് എനർജി ഡിമാൻഡ് എനർജിയുടെ ഗ്രോത്താണ്. മീൻസ് നമ്മുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചാണ് എനർജിയുടെ ഗ്രോത്തും ഉണ്ടാകുന്നത്, ലോഡിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ലോഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്രോത്ത്, അതായത് ഇപ്പം പ്രോസ്പെരിറ്റിയും പ്രൊഡക്ടിവിറ്റിയും പോപ്പുലേഷനൊക്കെ കൂടുന്ന സ്ഥലത്ത് തന്നെയാണ് എന്തുണ്ടാകുന്നത്, ലോഡ് ഗ്രോത്തും ഉണ്ടാകുന്നത്. ഇനി മെയിനായിട്ടും ഈ ലോഡ് ഗ്രോത്തിനുള്ള 2 കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമർ അഡീഷൻ. ഒന്നെങ്കിൽ ഒരു പുതിയ സ്ഥലത്തോട്ട് ആൾക്കാർ വീട് വെക്കുന്നു, അല്ലെങ്കിൽ വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അങ്ങനെ പലതരത്തിലുള്ള കേസസ് വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് വീട്ടിൽ തന്നെ പുതിയ കണക്റ്റഡ് ലോഡ്സ് വരിക, അതായത് AC, ഹീറ്റർ, അങ്ങനെ പല പുതിയ ലോഡ്സ് വരുവാണെങ്കിലും അവിടുത്തെ ലോഡ് ഗ്രോത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനിയും ലോഡ് ഗ്രോത്തിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്, അതായത് 2 ടേംസ് അതൊന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വണ്ണാണ് ഡോർമൻ പീരീഡ്. ഡോർമൻ പീരീഡ് എന്ന് പറയുന്നത് ലോഡ് ഗ്രോത്ത് ഉണ്ടാവുന്നതിന് മുമ്പുള്ള പീരീഡ്, ബിഫോർ ലോഡ് ഗ്രോത്ത്. അപ്പം ലോഡിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നതിന് മുമ്പുള്ള പീരീഡ്, ആ സമയത്ത് ലോഡിന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്നില്ല, അതാണ് ഡോർമൻ സ്റ്റേജിലിരിക്കുകയാണ്. ഇനി ഗ്രോത്ത് റാമ്പ് എന്ന് പറഞ്ഞ ടൈം എന്ന് വെച്ചാൽ ആ ഗ്രോത്ത് നടക്കുന്ന പീരീഡിനെയാണ് നമ്മൾ ഗ്രോത്ത് റാമ്പ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ലോഡിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര റാപ്പിഡ് റേറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് റാമ്പ് എന്നുള്ള പേര്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇനി മൂന്നാമത്തൊരു പീരീഡാണ് സാച്ചുറേറ്റഡ് പീരീഡ് എന്ന് പറയുന്നത് സ്മോൾ ഏരിയാസൊക്കെ ഫുള്ളി ഡെവലപ്പ്, അതായത് ലോഡൊക്കെ ഗ്രോത്ത് ചെയ്ത് ഫുള്ളി ഡെവലപ്പ് ആയിരിക്കും, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഫിക്സഡ് റേറ്റിൽ സാച്ചുറേറ്റഡ് ലെവൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു റീജിയനിലുള്ള ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ റാം പീരീഡിനെക്കാട്ടിലും, അതായത് ഗ്രോത്ത് റാം പീരീഡിനെക്കാട്ടിലും കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നടക്കുന്നത് റാം പീരീഡിലാണ്. പക്ഷേ സാച്ചുറേറ്റഡ് പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടക്കും, എന്നാൽ റാം പീരീഡിനെക്കാട്ടിലും എന്തായിരിക്കും, ആ ഒരു തോത് കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ് ലോഡ് ഫോർകാസ്റ്റിംഗ്. അപ്പം ലോഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പം നമ്മുടെ ഓൾറെഡി ഉള്ളൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റം പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റം നമ്മൾ പുതിയൊരു സ്ഥലത്ത് തുടങ്ങുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി ലോഡിനെ ഫോർകാസ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ വെതർ ഫോർകാസ്റ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒരു പുതിയൊരു സബ്സ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുമാത്രം ലോഡ് വരാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കണം.
അതായത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ഫോർസ്യൂം ചെയ്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്തെ ഫ്യൂച്ചറിൽ അതിന് എന്തെങ്കിലും വർക്ക് വരുമോ, വന്നാൽ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ചെയ്യാതെ ഇപ്പം ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്യൂച്ചർ ഫോർസീൻ ചെയ്ത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എക്സ്റ്റൻഷൻസൊക്കെ ഇടുക. അതാണ് ഈ ലോഡ് ഫോർകാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ലോഡ് ഫോർകാസ്റ്റിങ്ങിന് നമുക്ക് വേണ്ട കുറച്ച് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഫെസിലിറ്റി, ഇപ്പം ജനറേറ്റിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കണം, അടുത്ത സബ്സ്റ്റേഷൻസ് ഉണ്ടായിരിക്കണം, കപ്പാസിറ്റേഴ്സ്, റിയാക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ സബ്സ്റ്റേഷൻ്റെയും ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെയും ഒക്കെ എക്സ്റ്റൻഷൻ്റെ കേസിലാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വീട് പണിയുന്ന സമയത്ത് എക്സ്റ്റൻഷൻ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എലമെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് സബ്സ്റ്റേഷൻ്റെയും ജനറേറ്റിംഗ് സ്റ്റേഷൻ അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങളുടെയൊക്കെ എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റ്സും എവിടെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം, എവിടെയൊക്കെ വെക്കണം, അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, എവിടെ വെക്കണം, ഇനി ഏത് തരം എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം, ഇന്നത് സെലക്ട് ചെയ്താലാണോ കോസ്റ്റ് കുറയുന്നത് അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടുന്നത്, അതെല്ലാം നമ്മൾ ഫോർസീൻ ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രഡിക്ഷനാണ്. അതായത് ഫ്യൂച്ചറിൽ ലോഡിൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രഡിക്ഷനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലോഡിൻ്റെ ബേസിക് പാരാമീറ്റർ എന്ന് പറയുന്നതാണ് അതിൻ്റെ എനർജിയും പവറും. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേറ്റിംഗ് ആണെങ്കിലും ട്രാൻസ്മിഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ കപ്പാസിറ്റി അത് കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഭാവിയിൽ അതിൻ്റെ ഡിമാൻഡ് കൂടിയാലും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റൂ, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇത്ര മെഗാവാട്ട് ഒരു ഇത് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് ഭാവിയിൽ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഡിമാൻഡ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ പവർ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആദ്യം മുതൽ പണിയേണ്ടി വരും. അപ്പോൾ അത് ഫോർസീൻ ചെയ്ത് കണ്ടുകൊണ്ട് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷന് റിസർവോയറോ അല്ലെങ്കിൽ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തുടക്കത്തിൽ നമ്മളത് പണിയുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്ത് ഫോർസീൻ ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്ത ലോഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ കുറച്ച് മെത്തഡോളജീസാണ്. ഇനി ഈ ലോഡ് ഫോർകാസ്റ്റിങ്ങിനെ നമ്മൾ ഇപ്പം ഫോർകാസ്റ്റ് ചെയ്യുന്ന ടൈം പീരീഡ്, അത് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ടൈമാണ് അതനുസരിച്ച് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈം, ഇൻ്റർമീഡിയറ്റ്, ലോങ് ടൈം. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത്, ഇൻ്റർമീഡിയറ്റ്, പിന്നെ ലോങ് ടൈം കൂടുതൽ നാളത്തേക്കുള്ളത്. നമ്മൾ മെയിനായിട്ടും എംപ്ലോയ് ചെയ്യുന്നത്, അതായത് നമ്മൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് ആണ്. ഇനി നമ്മുടെ ടെക്നിക്ക്, അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക് ബേസിക്കായിട്ടും 3 കാറ്റഗറീസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എക്സ്ട്രാപൊളേറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ പ്രീവിയസ് ഡേറ്റ, നമ്മുടെ ഹിസ്റ്ററിയിൽ, അതായത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഡേറ്റാസൊക്കെ ഉപയോഗിച്ച് ആ ഡേറ്റാസ് വെച്ചിട്ട് ഭാവിയിൽ എങ്ങനെ ആയിരിക്കും, അതായത് ഒരു കഴിഞ്ഞ 2 വർഷത്തെ കാൽക്കുലേഷൻസ് എല്ലാം നോക്കിയിട്ട് അതേ ഒരു ഫോളോ അപ്പ് തന്നെ ആയിരിക്കും ഭാവിയിലും എന്ന് നമ്മൾ അതേപോലെ തന്നെ സെൻസ് ചെയ്ത് അതേപോലെ തന്നെ അങ്ങ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. അതാണ് എക്സ്ട്രാപൊളേറ്റേഷൻ. ആ വരുന്ന ഗ്രാഫിനെ നമ്മൾ ഇച്ചിരൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു വിത്ത് അതേ ഒരു അതേ ആ വാല്യൂസ് എങ്ങനെയാണോ മാറിയത് അതേ ഒരു റേഞ്ചിൽ നമ്മളങ്ങ് പ്രെഡിക്റ്റ് ചെയ്തങ്ങ് വരയ്ക്കുന്നു. ഇതെന്ന് പറയുന്ന ഒരു ടൈം സീരീസ് മെത്തേഡാണ്. ടൈമിനെ നമ്മൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കോറിലേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കാണ്, അതായത് ഇച്ചിരി കോസ്റ്റൊക്കെ കുറവുള്ള മെത്തേഡാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോറിലേഷൻ മെത്തേഡിൽ ചെയ്യുമ്പം അണ്ടർലൈൻ ഫാക്ടേഴ്സ്, അതായത് ഇപ്പം നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി ഡേറ്റാസിനെ മാത്രമേ നോക്കിയുള്ളൂ, പഴയ ഡേറ്റാസിനെ മാത്രമേ നോക്കിയുള്ളൂ. പക്ഷേ കോറിലേഷനകത്ത് നമുക്ക് അത് കൂടാതെയുള്ള നമ്മുടെ ബാക്കിയുള്ള എലമെൻസിനെയും ഫാക്ടേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട്, ഇപ്പോൾ വെതർ ആവാം, അങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട് മാത്രമേ കോറിലേഷൻ വഴി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, അതായത് എക്സ്ട്രാപൊളേറ്റേഷനും കോറിലേഷനും രണ്ടുകൂടെ കമ്പൈൻ ചെയ്തെടുക്കുന്നൊരു മെത്തേഡാണ്. അതെന്ന് പറഞ്ഞാൽ ലോഡ് കർവിനകത്ത് ലോഡ് കർവിൽ നിന്ന് നമ്മൾ ടൈം ഫാക്ടേഴ്സ് എല്ലാം എടുക്കും. അതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള വെതർ കണ്ടീഷൻസിനെയൊക്കെ ഫോർസീൻ ചെയ്തിട്ടാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മേളിൽ പറഞ്ഞ 2 മെത്തേഡ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു ലോഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പം അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്.
ഇപ്പം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ക്ലാസ്. അതായത് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പല തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ഉണ്ട്, പല ക്ലാസ്സസ് ആണുള്ളത്. നല്ല ഒരുപാട് ലോഡ്സ് ഉപയോഗിക്കുന്നവരുണ്ട്, ഒരു മീഡിയം റേഞ്ച്, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോ ക്ലാസ്, അങ്ങനെ പല പല ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ കൺസ്യൂമേഴ്സിൻ്റേത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ലോഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തെ നമ്മൾ എല്ലാ ഡേയും ഒരുപോലെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിൽ ഇപ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് വന്നതായിരുന്നു ലോക്ക്ഡൗൺ. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ള വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ആ ഒരു സമയത്ത് ആ ഒരു 10 മാസത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. കാരണം എല്ലാവരും വീട്ടിലിരിക്കുന്നു, TV ഒരുപാട് കാണുന്നു, അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഡേറ്റ് വെച്ചിട്ട് ഈ ഒരു വർഷത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ സ്പെഷ്യൽ ഈവൻറ്റ്സോ TV അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ലോഡിൻ്റെ കൺസപ്ഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പോപ്പുലേഷൻ, അതായത് ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോപ്പുലേഷൻ. പിന്നെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഇപ്പം ഒരാളുടെ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം ആവാം, അല്ലെങ്കിൽ GDP, GNB, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഫോർകാസ്റ്റിങ്. പിന്നെ ഇലക്ട്രിസിറ്റി പ്രൈസ്, അതായത് കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റിയുടെ വില കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ എന്ത് ചെയ്യും, ഫോർകാസ്റ്റിങ് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ലോഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, അതായത് വെതർ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ലാൻഡ് യൂസ്, നമ്മൾ ഇപ്പോൾ ലോഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ ലാൻഡ് ഹില്ലി ഏരിയാസ് ആണോ, പ്ലെയിൻ ആണോ, ഡെസേർട്ട് ആണോ, അങ്ങനത്തെ ഏരിയാസൊക്കെ. പിന്നെ സിറ്റി പ്ലാൻ, സിറ്റി ഏരിയാസിലൊക്കെ എങ്ങനെ വേണം, അല്ലെങ്കിൽ വില്ലേജിൽ എങ്ങനെ വേണം, അതൊക്കെ. ഇൻഡസ്ട്രിയൽ പ്ലാൻസ്, ഇൻഡസ്ട്രീസിലും റെസിഡൻഷ്യലും രണ്ട് ടൈപ്പാണ്, അതിൻ്റെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യണം. പിന്നെ ലോഡ് ഡെൻസിറ്റി, ലോഡിൻ്റെ എത്രത്തോളമായിരിക്കും, അതായത് ഇത്ര വോളിയത്തിൽ എത്ര ലോഡായിരിക്കും. പിന്നെ ആ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ എങ്ങനെ ആയിരിക്കും, പെട്ടെന്ന് കൂടുന്നിടമാണോ, അങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഇനി നമ്മുടെ ലോഡ് ഫോർകാസ്റ്റിങ്ങിനെ വെതർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വെതർ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ആവുന്നത്. അപ്പം വെതർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പം സമ്മർ സീസണിലാണെങ്കിൽ നമ്മൾ ചൂട് കാരണം ഫാനും AC ഒക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിരിക്കും, അവിടെ ഒരു ലോഡ് ഫ്ലക്ച്വേഷൻസ് വരും. പിന്നെ റെയിനി സീസൺ, വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിൻ്റെ ഈ ഫാനിൻ്റെ ഒക്കെ അളവ് കുറവായിരിക്കും. അങ്ങനെ ലോഡ് വേരിയേഷൻസ് വരും, അതായത് ഓരോ സീസൺ അനുസരിച്ചും ലോഡ് വേരിയേഷൻസ് വരും. പിന്നെ ടെമ്പറേച്ചറും ലോഡും എന്ന് പറയുന്നത് ഒരിക്കലും ലീനിയർ റിലേറ്റഡ് അല്ല, അതായത് തമ്മിലൊരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ല ലോഡും ടെമ്പറേച്ചറും തമ്മിൽ. പിന്നെ നമ്മുടെ ലോഡും ഹ്യൂമിഡിറ്റി ഇതൊക്കെ തമ്മിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ എക്സ്ട്രീം ഹീറ്റിലും അങ്ങനത്തെയൊക്കെയുള്ള പീരീഡിൽ എക്സ്റ്റെൻഡഡ് പീരീഡാണ് ലോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഫാനൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇനി എന്താണ് പീക്ക് ലോഡ്? ഇപ്പോൾ പീക്ക് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ലോഡിൽ, അതായത് നമ്മുടെ ഡിമാൻഡ് ഏറ്റവും മാക്സിമമായിട്ട് നിൽക്കുന്ന സമയമാണ് പീക്ക് ലോഡെന്ന് പറയുന്നത്. ഇപ്പോൾ പീക്ക് ലോഡ് വരയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കായിട്ടുള്ള പഴയ ഡിമാൻഡിൻ്റെ ഡേറ്റാസൊക്കെ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രാഫിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് വീക്ക്ലി പീക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയിലെ പീക്ക് ഡിമാൻഡിൻ്റെ ഫോർകാസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും സീസൺ, അതായത് ഓരോ വെതർ സീസണിൻ്റെ ലോഡ് മോഡൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു സീസൺ ടൈമിൽ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് പണ്ടത്തെ ഡേറ്റാസ് എടുത്തിട്ട് അതിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ മതിയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മീന്, വേരിയൻസ്, ഡെൻസിറ്റി ഇതിനെല്ലാം നമ്മൾ നേരത്തെ എന്ത് ചെയ്ത് വെക്കണം, ഫോർകാസ്റ്റ് ചെയ്ത് വെക്കണം. ഇനിയും ലോ ഡ്യൂറേഷൻ കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലമെൻറ്റ്സ്, അതായത് ലോഡ് എലമെൻറ്റ്സ് എല്ലാം വെച്ചിട്ടുള്ള ലോഡ് കർവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോ ഡ്യൂറേഷൻ കർവ് കിട്ടും. ലോ ഡ്യൂറേഷൻ കർവിനകത്ത് നിന്ന് നമുക്ക് ഓരോ ടൈമിലുള്ള ലോഡിൻ്റെ വേരിയേഷൻസ് കിട്ടും. അതുപോലെ തന്നെ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം ഡിമാൻഡ് എത്ര, ആവറേജ് ലോഡ് എത്ര, ലോഡ് ഫാക്ടർ എത്ര, ഇതൊക്കെ നമുക്കൊരു ലോ ഡ്യൂറേഷൻ കർവിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ 2 കാറ്റഗറീസിലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സിസ്റ്റിംഗ് ട്രെൻഡ്സിനെ എസ്റ്റിമേറ്റ് ചെയ്ത്, അതായത് മുമ്പുള്ള ട്രെൻഡ്സ് എങ്ങനെയാണോ അതിനെ വെച്ച് നമ്മൾ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, അതാണ് ഫസ്റ്റ് ട്രെൻഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എക്കണോമെട്രിക് മോഡൽസ്, നമുക്ക് ലാഭകരമായിട്ടുള്ള മോഡൽസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് എക്കണോമെട്രിക് മോഡൽസ്.
അപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് എക്കണോമെട്രിക് മോഡൽസ് എന്ന് പറയുന്നത് ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അപ്പം എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് ഇപ്പം സ്റ്റാറ്റിക് മോഡൽ എന്ന് തന്നെ പറയും. അതായത് ഇപ്പം നമ്മുടെ വേരിയബിൾ എല്ലാ വേരിയബിൾസും നമുക്ക് ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റും എല്ലാ വേരിയബിൾസിനെയും. ഇതിനെയാണ് നമ്മൾ എക്കണോമെട്രിക് മോഡൽസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പം പവർ ലോഡ് ഫോർകാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റാറ്റിക് അല്ലെങ്കിൽ എക്കണോമെട്രിക് മോഡലിനെ എടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ റിഗ്രഷൻ മോഡൽ, ഈ ഒരു കിട്ടുന്നൊരു മോഡലിനെയാണ് നമ്മൾ റിഗ്രഷൻ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞ മോഡലിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ടൈം സീരീസ് വരും. അതായത് നമ്മളിപ്പം ഓരോ ഒബ്സർവേഷൻസും എത്ര ടൈം സീക്വൻസിലടക്കാണ് എടുത്തിരിക്കുന്നത്, അതിപ്പോൾ ടൈം അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും, അതാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. പിന്നെ മാർക്കോവ് പ്രോസസ്സ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. മാർക്കോവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഇപ്പം മാറുമ്പം നമ്മുടെ പഴയ ഹിസ്റ്ററിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് മാർക്കോവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു സംഭവം, അപ്പോൾ ഏതാണോ ചേഞ്ച് ചെയ്തത് അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മാർക്കോവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിവിടെ നമുക്ക് ഒരു ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. മീൻ വാല്യൂ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്, വെയ്റ്റഡ് മീന്. ഈ 2 ഇക്വേഷൻസ് അങ്ങ് പഠിച്ചിരുന്നാൽ മതി. തിയറി ആയിട്ടായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ മീൻ. അതായത് ഇപ്പം നമ്മുടെ ഒരു കംപ്ലീറ്റ് സീരീസ് നമ്മൾ പറഞ്ഞ ടൈം സീരീസിൽ വാല്യൂസ് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒരു കംപ്ലീറ്റ് സീരീസിനകത്തെ വേരിയബിൾസിൻ്റെ ഒരു സബ്സെറ്റ്, അതിന് നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് അതിൻ്റെ ആ സബ്സെറ്റിലെ വാല്യൂസിനെ അതിനെ ആ ഒരു സീരീസ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ച് പറയുന്നതാണ് നമ്മളെന്ത് പറയുന്നത്, മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. ഇതാണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം നമ്മളെന്താ ഒരു ഓർഡറിൽ എഴുതുന്നു, ഒരു സീരീസ് ആയിട്ട് എഴുതുന്നു. ഇനി അടുത്തയാണ് ഒരു മെത്തേഡാണ്, അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം സീരീസിൻ്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ്